ന്യൂ ഇയർ സമ്മാനമായിട്ട് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ വന്നത് നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ. കേരളത്തിലെ ഡിഗ്രി കഴിഞ്ഞ 90% വിദ്യാർത്ഥികളുടെയും ഡ്രീം ജോബാണ് ഈ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്ന് പറയുന്നത്. കാരണം അതൊരു ഗ്ലാമർ ജോബാണ്. അത്യാവശ്യം നല്ല സാലറിയും അതേപോലെ അത്യാവശ്യം നല്ല വേക്കൻസികളുമുള്ള ഒരു പോസ്റ്റാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്. ഡിഗ്രിയുള്ള ഏതൊരു ബിരുദധാരിയും ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം. ഡോക്ടേഴ്സ് വരെ ഇതിൽ വർക്ക് ചെയ്യുന്നുണ്ട്, ഒരുപാട് പേര് അതിന് വേണ്ടിയിട്ട് പഠിക്കുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല ഒരു ജോബാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതെങ്ങനെ പഠിച്ചെടുക്കാം, അല്ലെങ്കിൽ ഇത് എഴുതണോ വേണ്ട എന്നുള്ള കൺഫ്യൂഷനുള്ള ആളുകളായിരിക്കും കൂടുതലും ഉള്ളത്, അല്ലേ? ഇത് നമ്മൾ പഠിച്ചാൽ കിട്ടുമോ, ഒരുപാട് പേര് എഴുതുന്നില്ലേ, ലക്ഷക്കണക്കിന് പേര് എഴുതുന്നില്ലേ, എനിക്ക് കിട്ടുമോ, ഞാൻ അപ്ലൈ ചെയ്യണോ, പഠിക്കണോ, കോച്ചിങ്ങിന് ചേരണോ, ഇങ്ങനെ 100 കൂട്ടം കൺഫ്യൂഷനായിരിക്കും നിങ്ങൾക്കുള്ളത്, അല്ലേ? ഒരു കാര്യം ഓർക്കുക, ഇതേ കൺഫ്യൂഷൻ ഈ എക്സാം എഴുതുന്ന ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾക്കും സെയിം ആയിരിക്കും. എല്ലാവർക്കും ഇതേ ടെൻഷൻ ഉണ്ടാവും. അപ്പം നിങ്ങളും അവരും എല്ലാം ഈക്വലാണ്. ഇങ്ങനെ ടെൻഷൻ അടിക്കാതെ അതിൽ നിന്നും മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി പഠിച്ചു തുടങ്ങുന്നവർക്ക് ഉറപ്പായിട്ടും ജോലി കിട്ടും. ഏതൊരു ജോലി നേടണമെങ്കിലും നമുക്ക് പാഷൻ വേണം, അല്ലേ? അപ്പോൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് എന്താണെന്ന് അറിയാത്തവർ, അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റ് കണ്ടിട്ടില്ലാത്തവർ ഒരു ദിവസം തിരുവനന്തപുരത്ത് പോയിട്ട് രാവിലെ ആ ഡ്യൂട്ടി ടൈം തുടങ്ങുന്ന സമയത്ത് ആ ഗേറ്റിന് വെളിയിൽ കുറച്ച് നേരം നിൽക്കണം. കാരണം അവിടുത്തെ സ്റ്റാഫുകൾ കയറുന്നതും അവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയറൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് അവിടെ ജോലി ചെയ്യാനുള്ള ആഗ്രഹം വരും. നമ്മൾ എയർപോർട്ടിൽ കയറുന്നതുള്ളൊരു സെക്യൂരിറ്റി സിസ്റ്റം നമ്മളെ ചെക്ക് ചെയ്യും, അല്ലെങ്കിൽ ID കാർഡ് കാണിക്കണം, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ അതിനകത്ത് തന്നെ പ്രത്യേകിച്ച് ഫുഡ് കോർട്ടുകാർക്ക് ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ട്. ഭയങ്കര ഒരു ഡ്രീം ജോബായിട്ടാണ് എനിക്ക് തോന്നിയത്. ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിട്ട് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് എന്നൊരു ഡ്രീം ജോബ് തന്നെയാണ്. ഇതുവരെ അപ്ലൈ ചെയ്യാത്തവർക്ക് വേണ്ടിയിട്ട് പറയുകയാണ്, നമ്മുടെ PSC പ്രൊഫൈലിൽ കയറി നോട്ടിഫിക്കേഷൻസ് നോക്കുക. ആ നോട്ടിഫിക്കേഷനിൽ 576/2024 എന്നൊരു നോട്ടിഫിക്കേഷൻ കാണാം. അതിൽ അപ്ലൈ നൗ എന്ന ഓപ്ഷനുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്നതാണ്. ഇതിൻ്റെ സാലറി എന്ന് പറയുന്നത് 39,300 തൊട്ട് 83,000 വരെയാണ്. ഇനി നമുക്ക് ശമ്പള പരിഷ്കരണം വരുമ്പം ഇതിലും കൂടാനും ചാൻസ് ഉണ്ട് കേട്ടോ. ഇതിൻ്റെ ഒഴിവുകളാണ് ഏറ്റവും വലിയ പ്രത്യേകത. 400 തൊട്ട് 600 ഒഴിവ് വരെയാണ് നമ്മൾ അടുത്ത പ്രാവശ്യം പ്രതീക്ഷിക്കുന്നതല്ല, ഉറപ്പായിട്ടും 600 ഒഴിവുകളെങ്കിലും ഉണ്ടായിരിക്കും. ഏജ് ലിമിറ്റ് ഉണ്ട്. 18 വയസ്സ് തൊട്ട് 36 വയസ്സ് വരെയാണ് ജനറൽ കാറ്റഗറിക്കുള്ളത്. ഇനി നിങ്ങൾക്ക് റിസർവേഷൻ ഉണ്ടെങ്കിൽ, അതായത് OBC പോലുള്ള റിസർവേഷൻ ഉള്ളവരാണെങ്കിൽ 39 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. SC ST കാർക്ക് 41 വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ കഴിയുന്നതാണ്. ഇതിൻ്റെ പഴയ ലിസ്റ്റ് ഇപ്പോഴും നിലവിലുണ്ട്. അത് 2026 ഏപ്രിൽ വരെയാണ്. അപ്പോഴത്തേക്കും ഈ എക്സാം നടത്തി പുതിയ ലിസ്റ്റ് തയ്യാറാക്കണം. അതുകൊണ്ട് തന്നെ 2025 എക്സാം നടക്കുന്നത്. 2025 ആയിക്കഴിഞ്ഞു. അപ്പോൾ ഈ ഏപ്രിലായിരിക്കും മിക്കവാറും പ്രിലിം നടക്കുന്നത്. അതേപോലെ മെയിൻ ഒരു സെപ്റ്റംബർ ഒക്ടോബറിനുള്ളിൽ നടക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഈ എക്സാമിന് 2 ഘട്ടങ്ങളാണുള്ളത്. പ്രിലിമും ഉണ്ട്, മെയിനും ഉണ്ട്. പ്രിലിമിന് അതായത് ഫസ്റ്റ് ഒരു പേപ്പർ മാത്രമേ ഉള്ളൂ. മെയിൻ എക്സാമിന്, അതായത് പ്രിലിം പാസ്സായി വരുമ്പോഴാണ് നമുക്ക് മെയിൻ എഴുതാൻ പറ്റുന്നത്. മെയിൻ എക്സാമിന് 2 പേപ്പറാണുള്ളത്. ഇതുകൂടാതെ 20 മാർക്കിന് ഇൻ്റർവ്യൂ കൂടി പറയുന്നുണ്ട്. ഏറ്റവും കൂടുതൽ സംശയമാണ് എത്ര മാർക്ക് കിട്ടിയാൽ ഇതിലൊക്കെ കയറി പറ്റാം എന്നതിനെക്കുറിച്ചിട്ടായിരിക്കും. അപ്പോൾ കട്ട് ഓഫ്, കഴിഞ്ഞ പ്രാവശ്യത്തെ പ്രിലിമിൻ്റെ കട്ട് ഓഫ് 47.56 ആയിരുന്നു. മെയിൻ്റെ കട്ട് ഓഫ് 43.67 ആയിരുന്നു. അപ്പോൾ 47-43 മാർക്കൊക്കെ കിട്ടിയവർ മെയിൻ ലിസ്റ്റിലും പ്രിലിം ലിസ്റ്റിലൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ നമുക്കൊരു ജോബൊക്കെ കിട്ടണമെങ്കിൽ ഒരു 65-75 മാർക്കിനുള്ളിലൊക്കെ കിട്ടുകയാണെങ്കിൽ ഉറപ്പായിട്ടും ആദ്യത്തെ ഒരു 30-50 റാങ്കിനുള്ളിലൊക്കെ നമ്മൾ കയറും. ഇനി നമുക്ക് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് ലിസ്റ്റിൽ ആദ്യത്തെ 50 റാങ്കിനുള്ളിൽ നിങ്ങൾക്ക് എങ്ങനെ വരാൻ കഴിയുമെന്ന് നോക്കാം.